ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഡബിൾ ആർ സ്റ്റുഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് റൊട്ടീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഒരു 7:30 ആയപ്പോഴാണ് വന്നത്. അല്ല 7:30 അല്ല 6:30 ആയപ്പോഴാണ് ഗൈസ് വന്നത്. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് 7:56 ആയിട്ടുള്ളത്. സോ ഞാൻ ട്യൂഷനൊക്കെ പോയി വന്നുകൊണ്ടാണ് 6:30 ആയത്. അല്ലെങ്കിൽ 4 മണി 5 മണിക്കുള്ളിൽ വരും ഗൈസ്. അപ്പോൾ ഇപ്പോൾ കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ നമുക്ക് നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായാലും പഠിത്തമായിരിക്കുമല്ലോ നൈറ്റ് റൊട്ടീനിൽ ഉണ്ടാവുക. അപ്പം നമുക്ക് കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാനാണെങ്കിൽ എൻ്റെ തലവേദന എടുത്തിരിക്കുകയാണ്. പിന്നെ ഹോംവർക്ക് നല്ലോണം ഉറക്കം വരുന്നത്. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ഉറക്കം തൂങ്ങുമായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യലായിരുന്നു ഇന്ന് പഠിപ്പിക്കണം. സോ എനിക്ക് ഉറക്കം തൂങ്ങിയിട്ട് രക്ഷയിലായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ് ഇനാഗുറേഷൻ ആയിരുന്നു. സോ ഞാനതിൽ ഇന്ദിരാഗാന്ധി ആയിട്ട് ഫാൻസി ഡ്രസ്സപ്പ് ചെയ്തിരിക്കുമായിരുന്നു. മീൻസ് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ഡ്രസ്സപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഞാൻ എല്ലാ വർഷവും ഇന്ദിരാഗാന്ധി ആവാറുണ്ട്. ആ സ്കൂളിൽ പോയപ്പോൾ തൊട്ട് ഞാൻ ഇന്ദിരാഗാന്ധിയാണ് ഗൈസ്. ഇന്ന് ഭയങ്കര റിയലിസ്റ്റിക് ലുക്ക് പോലെ ഉണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെക്കാട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ ഇന്ദിരാഗാന്ധിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു ഗൈസ്. എല്ലാവരും ഇത് ചെയ്യണം. മുടിയൊക്കെ മടക്കാനുള്ള കഷ്ടപ്പാട് ഗൈസ്. നമുക്ക് കെമിസ്ട്രിയാണ് ഉള്ളത്. നമുക്ക് എപ്പോഴും മിസ്സ് തന്നെ എഴുതാൻ എല്ലാ ദിവസവും തരുന്നത് കെമിസ്ട്രി ആയിരിക്കും. സോ അതാണ് എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് എഴുതാറ്. എല്ലാ ദിവസവും എഴുതാനുണ്ടത്. അപ്പോൾ ഞാൻ പേരൊന്നും എഴുതിയിട്ടില്ലായിരുന്നു, സബ്ജക്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു. അത് ഞാൻ എഴുതിയതാണ്. സോ നോട്ട് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ടെക്സ്റ്റിലാണ് മാർക്ക് ചെയ്യിപ്പിക്കാറ്. പക്ഷേ ഇന്ന് മിസ് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. മീൻസ് ക്ലാസ് എടുത്താൽ മനസ്സിലായി, നോട്ട് എഴുതാനുള്ളതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. സോ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നോക്കിയാണ് എഴുതുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എഴുതാം. ഗൈസ്, കുറേ ദിവസമായി നിങ്ങൾ ഇവളെ കണ്ടിട്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഇവൾ വരില്ല. ഇവളിപ്പോൾ ഭയങ്കര മടിച്ച് കൊതയിട്ടുണ്ട്. പഠിക്കാമെന്ന് പോലും ഇല്ല. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ടി വിയിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഇവൾ വരാത്തത്. മടിയാണ് വരാൻ. ഇപ്പം തന്നെ ഞാൻ വിളിച്ച് കുറേ പേരെ വിളിച്ചിട്ടാണ് ഇവള് വന്നത്. കൺകുറുക്കെ കണ്ടോ? ഇനി എപ്പോഴാണ് അടുത്ത വീഡിയോയിൽ കാണുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. നമ്മൾക്ക് സ്കൂളൊക്കെ തുറന്നോക്കെ. ഇപ്പം ഗൈസ്, നിങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിലാരും കമൻറ്റ് ചെയ്തില്ല. സോ ഇതിലെങ്കിലും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുമല്ലോ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെറിയ കാര്യങ്ങളിലേക്ക് പോയതാണ്. പോയിക്കോ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചതാണ്. കാരണം ഇപ്പം വരച്ചുകൊണ്ടിരിക്കും കൈ. ഞങ്ങൾ ചെറിയൊരു അടി ഇട്ടു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ അടി ഉണ്ടാക്കാൻ നോക്കുകയാണ്. വേറൊന്നുമല്ല ഗൈസ്, നമ്മളൊരു ഒരു സിസ്റ്റേഴ്സ് ചാലഞ്ച് ഇട്ടില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ പാർട്ട് 3 എടുക്കാൻ വേണ്ടി അവൾ പറഞ്ഞതാണ്. സോ എനിക്ക് എല്ലാ ദിവസവും കുറേ എഴുതാനുണ്ട്. ഒന്നും എടുക്കാനൊരു മൂഡില്ല, അതുകൊണ്ട് സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശനി ഞായറുമല്ലോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിയായതാണ്. ഇപ്പം നമ്മൾ കെമിസ്ട്രിയാണ് എഴുതുന്നത് ഗൈസ്. 10ാം ക്ലാസ് ആയവർ ഇവിടെ വരിക, കമൻ്റ് ഇടുക. ഓക്കെ, 10ാം ക്ലാസ് 10th ആൻഡ് സ്റ്റേറ്റ് ആണോ CBSE ആണോ എന്നൊന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ എങ്ങനെയുണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെയുണ്ട് സ്റ്റേറ്റ്? അടിപൊളിയാണോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ കെമിസ്ട്രി ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഈസി ആയതുകൊണ്ടായിരിക്കും. ബാക്കി നമുക്ക് അറിയില്ലല്ലോ. നമുക്കൊരു ഓൺ എക്സാം വരെ പോയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയുണ്ട് എന്നൊക്കെ. സോ എനിക്ക് ഏറ്റവും എന്തായാലും പേടിയുള്ളത് സോഷ്യൽ സയൻസ് ആണ് ഗൈസ്. ഇത് കാണാപ്പാടം പഠിച്ചേ പറ്റൂ. പിന്നെ അത് തലയിൽ കയറ്റാൻ കുറച്ച് പാടുമാണ്. സോ അതാണ് എനിക്കാകെ പേടിയുള്ളൊരു സാധനം. ബാക്കിയൊക്കെ എങ്ങനെയൊക്കെ പാസ്സായി പോകും. അപ്പോൾ പലരുടെയും വീട്ടിലെ അടുത്ത രംഗം നമ്മളായിരിക്കും അല്ലേ ഗൈസ്? വീട്ടിലും അയൽവാസികളിലും അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലുമൊക്കെ അടുത്ത ഇത് നമ്മളാണ്.
നമുക്ക് വേണ്ടിയാണ് അടുത്ത് കാത്തിരിക്കുന്നത്. ഫുൾ A+ ആണോ എന്നൊക്കെ അറിയാം. അങ്ങനത്തെ കുറേ ആൾക്കാരില്ലേ. ആൻഡ് ഗായ്സ്, നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ ഭയങ്കര കുറവാണ്. നിങ്ങളിപ്പോൾ ആർക്കും ഷെയറൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് നോ സപ്പോർട്ട്. ഇപ്പോൾ നൗഡേയ്സ് നോ സപ്പോർട്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് 1K ആക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? 1K ഒരു 500 ആക്കാൻ എനിക്ക് പ്രൊമോഷനെങ്കിലും ചെയ്യായിരുന്നു. നിങ്ങളെന്നെ വിഷമിപ്പിക്കുന്നു വല്ലാണ്ട്. നിങ്ങളൊരു 500 പോലും എനിക്ക് ആക്കി തരാൻ സഹായിക്കുന്നില്ല. ആൻഡ് നിങ്ങളെ നാടും കൂടെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എറണാകുളംകാർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ നമ്മുടെ ഇപ്പോഴത്തെ എത്ര സബ്സ്ക്രൈബേഴ്സിൻ്റെ 3 സംതിങ് ഇല്ലേ, ആ ആൾക്കാർ പോലും നമുക്ക് കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഗൈസ്? നിങ്ങളെന്താ എങ്ങനെ ഗൈസ്? അയ്യോ, എൻ്റെ റബ്ബർ ഞാൻ സ്കൂളിലിട്ടിട്ട് വന്നു. ഇപ്പോൾ ഈ പെൻസിൽ വെച്ച് മായ്ക്കണം. റബ്ബറേ സ്കൂളിൽ താഴത്ത് വീണുപോയി മായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ അത് എടുക്കാൻ മടിയായി. മിസ്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് ചാടിപ്പോയി. എടുക്കാൻ മടിയായി. പിന്നെ അതിൻ്റെ കാര്യമേ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് ഇന്ദിരാഗാന്ധി ആവുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. അതുകൊണ്ട് വീട്ടിലാരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ കടയിൽ പോയിരിക്കുകയാണ്. രാത്രി 10 o'clock ആവും വരാൻ. നമ്മളല്ല എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. സ്കൂൾ തുറന്നോട്ടെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. സ്കൂൾ തുറക്കത്തപ്പോൾ നമ്മളും കൂടെ അമ്മേൻ്റെ കൂടെ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ യൂട്യൂബേഴ്സിലെ ശരത് ജോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും, മിക്ക ആളുകൾക്കും യൂട്യൂബൊക്കെ കാണുന്നത്. അവരെ കണ്ടു കഴിച്ച് ലുലു മാളിൽ പോയിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ അത് എററിനാണ് കാണിക്കുന്നത്. എനിക്ക് അപ്ലോഡ് ചെയ്യാനാവുന്നില്ല. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. അവരോട് അങ്ങനെ മിണ്ടാനൊന്നും പറ്റില്ല. ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന രീതിയിൽ വന്നതാണ്. അങ്ങനെ മിണ്ടാൻ കുറേ പേര് അവരെ നോക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ചില പോയി മിണ്ടുന്നത് കണ്ടില്ലേ? നമ്മൾ സാധാരണ എല്ലാവരെയും കാണുമ്പോൾ പോയി മിണ്ടുന്നതാണ്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവർ ഭയങ്കര സംസാരത്തിലായിരുന്നു. ആ ചേച്ചിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള, നേരിട്ട് കാണാൻ നല്ല രസമാണ് ആ ചേച്ചിനെ കാണാൻ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ 11-ാം തീയതി അധികം പരിപാടികളൊന്നും ഉണ്ടാവില്ല. ക്ലാസ്സൊന്നും ഉണ്ടാവില്ല. ആൻ്റോണിയൻസ് ഡേ ആണെന്ന്. സെൻറ്റ് ആൻ്റണീസ് ഡേ ആണ്. സോ അന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ക്വിസ്, വെജിറ്റബിൾ കറിങ്, വീഡിയോ മേക്കിംഗ്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഞാൻ ക്വിസിലൊക്കെ ഉണ്ട്. പഠിക്കണം. ഇന്ന് നമുക്ക് നേരിട്ടായിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ കെമിസ്ട്രി ഞാൻ എഴുതി കഴിഞ്ഞു. കെമിസ്ട്രി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പഠിച്ചു ഓൾറെഡി. ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാണിത്. അപ്പോൾ എഴുതിയാണ് ഇപ്പോൾ ചെയ്തത്. സോ നമുക്ക് മാത്സ് ഒരു ബോക്സ് മാത്രം വരയ്ക്കാനുണ്ട്. ബോക്സ് മീൻസ് അങ്ങനെയുള്ള ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. അതും വരച്ചിട്ട് വേണം നമുക്കിനി മാത്സ് ചെയ്ത് പഠിച്ചിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ ചെയ്യിപ്പിക്കുന്ന. ഞാൻ ഇവിടെ വന്നിട്ടൊരു മാത്സിന് മാത്രമായിട്ടൊരു റഫ് ബുക്ക് ഉണ്ട് ഗൈസ്, അത് ചെയ്യാറുണ്ട്. സോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു. സോഷ്യൽ വേണ്ടേ, ഞാൻ പെട്ടെന്ന് മറന്നു പോകും, തലയിൽ കയറില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും SSLC മോഡൽ എക്സാമിനൊക്കെ എന്ത് ചെയ്യുന്നു. എനിക്ക് പറയില്ല ഗൈസ് എന്ത് ചെയ്യുന്നു. കെമിസ്ട്രി കുട്ടൻ്റെ സംഭവം കഴിഞ്ഞിരിക്കുന്നു. Let's get maths. The frames of maths എഴുതാം. നമുക്ക് ഈ ഒരു ബോക്സ് വന്നിട്ടാണ് എഴുതാനുള്ളത്. നമുക്ക് വന്നിട്ട് ഈ ഒരു ബോക്സ് അത്രേ ഉള്ളൂ ഗൈസ്. അതാണ് എഴുതാനുള്ളത്. നമുക്ക് അപ്പോൾ എഴുതാനല്ല, വരച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കാം.
ആൻഡ് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിനൊരു ചാനലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ഫ്രണ്ടിനെ? ഞാൻ മറ്റേ വാഴ 2 ഒക്കെ കാണാൻ പോയത് ഒരു ഫ്രണ്ടിന്. അവൾക്കൊരു ചാനലുണ്ട് ഗൈസ്, നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അവളിൻ്റെ നാളെ ഇതെങ്ങാനും അവൾ ഈ വീഡിയോ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലും ഗൈസ്, അവളുടെ ചാനൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ പേര് ഞാൻ താഴത്ത് ടാഗ് ചെയ്തേക്കാം ഞാൻ അവളെ. ഞാൻ പെട്ടെന്ന് ഒരു കോൾ വന്നുകൊണ്ടാണ് വീഡിയോ സ്റ്റോപ്പാക്കിയത്. ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് വരെ അത്യാവശ്യമായിട്ട് പോകണം. സോ അത് വന്നപ്പോൾ നമ്മൾ എൻ്റെ ബാഗിൽ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച ടൈം ടേബിൾ അനുസരിച്ച്. അങ്ങനെ ഫ്രണ്ട്സ് റെഡി ആയി കഴിഞ്ഞു. സോ ഇവിടെ കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ പഠിത്തം അത്ര നടന്നില്ല. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിൽ പിന്നെ സോഷ്യൽ പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. സോഷ്യൽ മിസ്സ് കുറച്ച് സ്ട്രിക്റ്റാണ്. പക്ഷെ ഭയങ്കര പാവം മിസ്സാണ് ഗൈസ്. ഹണി മിസ്സ് ഭയങ്കര പാവം മിസ്സാണ്. പക്ഷെ പഠിക്കാത്തതിനും നോട്ട് വെക്കാത്തതിനൊക്കെ കുറച്ച് സ്ട്രിക്റ്റാണ്. ഭയങ്കര പാവം മിസ്സാണ്. ഞാനൊന്നും ബ്ലഷ് ഒന്നും ഇട്ടില്ല ഗൈസ്. എനിക്കിവിടെ നമുക്ക് ഫുള്ള് കുരു വന്നു, പുറത്തും അതെ, ഇവിടെയൊക്കെ വന്നു. എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓൺലി ലിപ്സ്റ്റിക്ക് ആൻഡ് ഐലൈനർ. സോ ആ മിസ് എല്ലാ ദിവസവും ചോദ്യം ചോദിക്കും എടുക്കുന്നത് അത്ര. അപ്പോൾ അതായിരുന്നു പഠിക്കാം. 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. പുറത്തധികം മനസ്സിലാവുന്നില്ല. അതിന് ഗൈസ് നിങ്ങൾ പോകാനാണ് പറഞ്ഞത്. ഒരു ട്രാൻസിഷനൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അത് ഉടനെ അപ്ലോഡ് ചെയ്യും. ആദ്യത്തെ ട്രാൻസിഷനാണെന്ന് തോന്നുന്നു അവരുടെ. സോ നമ്മളിവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഒബ്രോണിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് പോകുവാണ്. ഗൈസ് നമുക്ക് യൂബർ കണക്ട് ആയി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ല തണുത്ത് കാറ്റുണ്ട്. ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ. പക്ഷെ കുറച്ചൊക്കെ കുളിക്കും. നമ്മൾ അബ്രോണിൽ കയറി നമ്മൾ ലിഫ്റ്റ് കാത്തിരിക്കുകയാണ്. പൊതുവേ എനിക്ക് പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഷൈയാണ് ഗൈസ്. ആയിരുന്നില്ല ഗൈസ്, എനിക്ക് പബ്ലിക്കിൽ നിന്ന് ഈ അബ്രോണിൽ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഷൈയാണ്. നമ്മുടെ ലിഫ്റ്റ് ഇപ്പോൾ വരും. ഫ്രണ്ട്സ്, ആരില്ലാത്ത ലിഫ്റ്റിൽ നമ്മൾ കയറിയിരിക്കുന്നു. ഇതിലെനിക്ക് വീഡിയോ എടുക്കാൻ ഒരു കുഴപ്പമില്ല ഗൈസ്. നമ്മൾ നല്ല സ്ഥലത്ത് നിന്ന് ഇറങ്ങുവാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. സോ അപ്പോൾ ഇന്നത്തെ പഠിത്തമൊന്നും അങ്ങനെ നടന്നില്ല. സൈഡിൽ നമുക്ക് ക്ലാസ്സിൽ പോയിട്ടായാലും പഠിക്കാൻ കാറെടുക്കാൻ പോയിരിക്കുകയാണ്. നിങ്ങളെ പേരിൽ കാറൊക്കെ നമുക്ക് ഏതോ ഹോട്ടലാണ്. ഹോട്ട് ബോക്സ് ബിരിയാണി പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. നമ്മൾ മന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ചിക്കനാണ് അത് വരുന്നവരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉറങ്ങണം. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ന്യൂട്ടെല്ല പിസ്താഷ്യോ മേടിച്ചു ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ നാളെ കഴിക്കാൻ വിചാരിച്ചു. ഒന്നാമത് മന്തിയൊക്കെ കഴിച്ച് ഫുള്ളായിരിക്കുകയാണ്. സോ അത് കഴിക്കുന്ന വീഡിയോ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം ഷോർട്ട്സായിട്ട്. സോ ഇനിയിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. മന്തിയൊക്കെ കഴിച്ചത് ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കണം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.